ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കണ്ടതൊക്കെ വാങ്ങി ആകെ കാശൊക്കെ ആകെ തുമ്പില്ലാതാക്കും. എങ്ങനെ അത് കൺട്രോൾ ചെയ്യാന്ന് പറയാൻ പറ്റും? സൂപ്പർ മാർക്കറ്റ് കയറുമ്പോൾ നമ്മൾ ആകെയുള്ള പേടി, ഫാമിലിയായിട്ടോ മക്കളായിട്ടോ പോകുമ്പോൾ പേടി എന്താ വെച്ചാൽ കയ്യിലൊരു എമൗണ്ട് കരുതിയിട്ടാകും പോകണ്ടാവുക. ആ ഒരു ബഡ്ജറ്റിൽ വാങ്ങുമ്പോൾ കുട്ടികളൊക്കെ അവനവന് വേണ്ട സാധനങ്ങളൊക്കെ കൂടി പെറുക്കി കൂട്ടിയിട്ട് അവസാനം ബില്ലിങ്ങിന് വരുമ്പോൾ കയ്യിലുള്ള കാശും അക്കൗണ്ടിലുള്ള കാശും കംപ്ലീറ്റ് കാലിയാണ് അവസ്ഥ ഉള്ളത്. അതിന് വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്വന്തം മക്കളായിട്ടൊക്കെയാണ് പോകണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ചിലവാക്കാൻ ഉദ്ദേശിച്ച ഒരു എമൗണ്ട് ഉണ്ടല്ലോ. ഉദാഹരണത്തിന് നമ്മൾ കുട്ടികൾക്ക് ഒരു 200 രൂപയ്ക്ക് സാധനം വാങ്ങാൻ, അല്ലെങ്കിൽ 500 രൂപക്കാണ് നിങ്ങളൊരു കുട്ടിക്ക് സാധനം വാങ്ങാൻ ഉദ്ദേശിച്ചതെങ്കിൽ 500 രൂപ കുട്ടിയുടെ കയ്യിൽ ആദ്യം കൊടുക്കുക. എന്നിട്ട് പറയാം, ഇതിനെനിക്ക് പറ്റാവുന്ന സാധനങ്ങൾ ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടി അവിടെ ചെല്ലുമ്പോൾ ഓരോ സാധനങ്ങളും വില ഒന്ന് നോക്കും, കമ്പയർ ചെയ്യും, ഇതിനൊക്കെ ആവശ്യമുള്ളതാണോ അല്ലേന്ന് നോക്കും. അങ്ങനെ ഒന്നിലധികം സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് കൂട്ടി നോക്കും. അതിനപ്പുറത്ത് വേറെ സാധനം കാണുമ്പോൾ അതാണോ ഇതാണോ വെർത്ത് എന്ന് അവർ കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റും ചെയ്യും. മാത്രമല്ല, നമ്മൾ കൗണ്ടറിൻ്റെ അടുത്ത് തിരിച്ച് കാത്തു നിൽക്കുമ്പോൾ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റും. നമ്മളിരുന്ന് എത്ര പൈസ ചിലവാകും എന്നതിനെക്കുറിച്ചുള്ള ധാരണ നമുക്ക് മുൻകൂട്ടി ഉണ്ടാവും.